കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ഓം മാംഗല്യം തന്തുനാ നേന മമ ജീവന ഹേതുനാ കണ്ഠേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദാം ശതം. മാംഗല്യധാരണ മുഹൂർത്തസ്സു മുഹൂർത്തോസ്തു. ഓം മാംഗല്യം തന്തുനാ നേന മമ ജീവന ഹേതുനാ. എന്താ പറ്റിയ? താലി കെട്ടിയില്ലല്ലോ, സമയം കഴിഞ്ഞു പോവും. ഞാൻ കെട്ടിക്കോളാം തിരുമേനി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ഭാര്യയുടെ കൺമുമ്പിൽ വെച്ച് താലി കെട്ടുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് അവൾ എന്റെ കൺമുമ്പിൽ വന്നിട്ടില്ല. അവളെ കണ്ടാൽ മാത്രമേ ഞാൻ ഈ താലി കെട്ടൂ. വല്യമ്മേ, വൈദേഹി എവിടെ പോയിരിക്കുക? അതൊക്കെ പറയാൻ വരണേ. അവളിപ്പോ നമ്മുടെ വീട്ടിലില്ല. അവള് കൺമുമ്പിലുണ്ടെങ്കിൽ ഇവൻ താലി കെട്ടില്ലെന്ന് കരുതി അവളെ ഞാൻ നേരം എടുത്തപ്പോ തന്നെ കെട്ടുകെട്ടിച്ചതാ. അതുകൊണ്ട് അവളെ തപ്പുന്ന പോലെ കുറച്ചു നേരം അഭിനയിക്കുന്നേ. എനിക്ക് മനസ്സിലായി. അമ്മേ, എന്റെ അവളിവിടെ എവിടെങ്കിലും ഉണ്ടാവും മോനെ. വരുണേ, അടുക്കളയിലുണ്ടോ നോക്കി നീ ഒന്ന്. ഇപ്പൊ തന്നെ നോക്കാം. വിനയ, നീയും ചെല്ല്. ശരി അച്ഛാ. തിരുമേനി, കാര്യങ്ങൾ നടക്കട്ടെ. ഓം ഗണാനാം ത്വാ ഗണപതി കുംഭവാമഹേ കവിം കവീനാം വസ്രവസ്കവിം. ഒന്ന് നിർത്ത് തിരുമേനി. ദേവാ, എന്താ മോനെ? വേഗം താലി കെട്ട് മോനെ. എന്താ കൗസല്യമ്മേ? ഏയ് ഒന്നുമില്ല, നിർത്തേണ്ട കാര്യങ്ങൾ നടക്കട്ടെ വേഗം. അതെന്താ ഒന്നുമില്ലാത്ത അമ്മേ? നേരം വെളുത്തപ്പോ തൊട്ട് വൈദേഹി ഇവിടെയെങ്കിലും കണ്ടില്ല. അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഞാൻ ഇവിടെ വിഷമിക്കുമ്പോ ഒന്നുമില്ലാന്ന് എത്ര എളുപ്പത്തിലാ പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് വിട്. ആരാ നിങ്ങള്? എന്റെ കയ്യിൽ നിന്ന് വിട്. വിടന്നെ, വിട്. എന്നെ എവിടേക്ക് കൊണ്ടുവന്ന് വിടാനല്ലേ പറഞ്ഞ? അതെ, അനങ്ങാതെ ഇവിടെ ഇരുന്നോണം. എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? എന്നെ വിട്. വെള്ളം വെച്ചാലുണ്ടല്ലോ കഴുത്ത് ധരിച്ച് കൊന്നുകളയും. അതിനത്രയും വലിയ തെറ്റ് ഞാൻ എന്താ ചെയ്ത? എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നെ? എന്നെ വിട്. ആ മാളവികയല്ലേ ഇതിന്റെ എല്ലാം പുറകിൽ. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചതല്ലേ, പിന്നെ എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ദേവേട്ടൻ അവളുടെ കഴുത്തി താലി കെട്ടില്ലെന്ന് കരുതിയിട്ടാണോ? കല്യാണം കഴിയുന്നവരെ അങ്ങോട്ടില്ലെന്ന് ഞാൻ തന്നെയാ തീരുമാനിച്ചത്. അതുകൊണ്ടാ പുറത്തേക്ക് പോകുന്നത്. ഞാൻ കാരണം കല്യാണം മുടങ്ങില്ല. കല്യാണം കഴിഞ്ഞ അകത്തേക്ക് പോവും. എന്നെ വിട്. എനിക്ക് അങ്ങോട്ട് പോണം. എന്നെ വിട്. എന്ത് അവിടേക്ക് പോണെന്നാ? എന്തിനാടി?
നിന്നെ നേരെ അങ്ങ് പരലോകത്തേക്ക് വിടാം. എന്നുവെച്ചാ മാളവിക എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാണോ? എന്റെ ഭർത്താവിനൊപ്പം ഭാര്യയുടെ സ്ഥാനം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവള് എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുക. എന്റെ ഭർത്താവിനെ തട്ടിയെടുത്ത് എന്നെ കൊല്ലാൻ പോവല്ലേ? ഏയ് മിണ്ടിപ്പോകരുത്. കുറച്ച് നേരമായാലോടി നിന്റെ ഈ മാളവിക പുരാണം തുടങ്ങിയിട്ട്. നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞതേ മാളവികയൊന്നും അല്ല. നിന്റെ ഈ മരണത്തിനും നീ പറയുന്ന കല്യാണത്തിനും യാതൊരു ബന്ധവുമില്ല. മാളവിക അല്ലെങ്കിൽ പിന്നെ ആർക്കാ എന്നെ കൊല്ലാൻ ഇത്ര തിടുക്കം? നിങ്ങൾ കള്ളം പറയല്ലേ? മാളവിക തന്നെയായിരിക്കണം ഇതിന്റെയൊക്കെ പിറകിൽ. എന്റെ തടസ്സം നീങ്ങി കിട്ടാനുള്ള ആവശ്യം ഇപ്പൊ അവൾക്ക് മാത്രമുള്ളത്. എന്നോട് സത്യം പറ, അവള് തന്നെയല്ലേ ഇതിന്റെയൊക്കെ പിറകിൽ? ഏയ് എന്തായാലും ചാകാൻ പോകുന്നതല്ലേ, അവസാനമായിട്ട് സത്യങ്ങളൊക്കെ കേട്ടിട്ട് മരിച്ചോ നീ? പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഒരു ഉറുമ്പിനെ പോലും മനഃപൂർവ്വം ഞാൻ നോവിക്കാറില്ല. അപ്പൊ എന്നെ കൊല്ലാൻ മാത്രം വിദ്വേഷം ഏത് ശത്രുവിനാ ഉള്ളത്? എനിക്ക് അങ്ങനെ ഒരു ശത്രു ഇല്ല. കാര്യം എന്താണെന്ന് അറിയണോ? എന്നാ കേട്ടോ നീ, നിന്റെ മരണത്തിന് മറ്റാരുമല്ല കാരണം. നിന്റെ ജന്മമാണ് നിന്റെ മരണത്തിന് കാരണം. വലിയമേ എല്ലായിടത്തും നോക്കി, വൈദേഹി എവിടെയെങ്കിലും കാണാനില്ല. എല്ലാവരോടും ചോദിക്കുകയും ചെയ്തു. അവളെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. കൗസല്യേ, വൈദേഹി എങ്ങോട്ടാ പോയത്? നേരം വെളുത്തപ്പോ തൊട്ട് ഈ സമയം വരെ ഞാനും അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഇതാ അവൾ ഇവിടെയുണ്ട്, അവൾ ഇപ്പൊ തന്നെ എത്തിക്കോളും എന്നും പറഞ്ഞ് എന്നെ പറ്റിക്കുന്നല്ലാതെ അവളെ ഞാൻ എവിടെയും കണ്ടില്ല. എനിക്കെന്തോ പന്തികേട് തോന്നുവച്ചാ. വൈദേഹി ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ ഇനി താലി കെട്ടു. എന്റെ ജന്മമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ്. നീ ജനകരാമവർമ്മയുടെ മകളായിരുന്നിടത്തോളം സന്തോഷമായിട്ട് ജീവിച്ചു. ദേവന്റെ ഭാര്യ ആയതിനു ശേഷവും നിന്റെ ജീവന് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരം വീട്ടിലെ വർമ്മയുടെ മരുമകൾക്കും ദീർഘായുസ് തന്നെയാണ്. ഈ സ്ഥാനങ്ങളൊന്നുമല്ല നിനക്ക് അപകടം സൃഷ്ടിച്ചത്. പക്ഷെ നിന്നെ പ്രസവിച്ചത് ആരാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ മരണവും കുറിച്ചു കഴിഞ്ഞു. അപ്പൊ തൊട്ട് മരണം നിന്റെ പുറകെയാണ്. എന്ത്? അപ്പോ എന്റെ അമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അതൊക്കെ അറിയാം. അറിയാമോ? അപ്പൊ ഞാൻ അനാഥയല്ലല്ലോ. എനിക്ക് അച്ഛനും അമ്മയുണ്ട്. അവരാരാണെന്ന് അറിയാതെയാണ് ജീവിതകാലം മുഴുവൻ ഞാൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗ്യത പോലെ എനിക്ക് നിരസിക്കപ്പെട്ടു. ഇനി അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറ പ്ലീസ് ചേട്ടാ. ചാവാൻ പോകുന്നവരുടെ ജാതകം കുറിച്ചിട്ട് എന്ത് ചെയ്യാനടി? എന്നെ നിങ്ങൾ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചു കൊന്നോളൂ. എന്നാലും എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ അച്ഛനും അമ്മ ആരാണെന്ന് എന്നോട് ഒന്ന് പറയണം ചേട്ടാ. ഞാൻ അനാഥയല്ലെന്നുള്ള സന്തോഷത്തോടെ കണ്ടടച്ചോളാം. പറ ചേട്ടാ, ആരാന്ന് പറ. എന്തായാലും ചാവാൻ പോകുന്നതല്ലേ, ആ ദൈവത്തോട് തന്നെ അങ്ങ് ചോദിക്കേ. ദൈവം പറയും അത് ആരാണെന്നൊക്കെ. പ്ലീസ് ചേട്ടാ, എന്നോട് പറ ചേട്ടാ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ അച്ഛനും അമ്മ ആരാന്ന് പറ. അവരെ എനിക്കും അറിയാമോ? ഞാൻ അവരെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെന്തിനാ എന്നെ ഉപേക്ഷിച്ച്? അവരൊക്കെ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്തിനാ എന്റെ ജന്മം എന്റെ മരണത്തിന് കാരണമാവുന്നത്? എന്തിനു വേണ്ടി ഞാൻ മരിക്കണം? പറ ചേട്ടാ, പ്ലീസ് പറ ചേട്ടാ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. പറ ചേട്ടാ. കതിർ മണ്ഡപത്തിൽ ഇരുന്ന് താലി കെട്ടില്ലെന്ന് പറയല്ലേ മോനെ. ശാപം അത്.
ഒരു കല്യാണം കഴിച്ചവൻ വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി കതിർമണ്ഡപത്തിൽ കയറാമെങ്കിൽ അത് പകുതിക്ക് വെച്ച് ഇറങ്ങി പോകുന്ന ഒരു തെറ്റല്ല. എനിക്കെന്റെ വൈദേഹി എവിടെയാണെന്ന് ആദ്യം അറിഞ്ഞേ പറ്റൂ. എന്റെ വൈദേഹി ഇവിടേക്ക് വന്നേ മതിയാകൂ. അവൾ വരുന്നവരെ ഞാൻ ഈ താലി കെട്ടില്ല. അങ്ങനെയൊന്നും പറയല്ലേ. വൈദേഹി കുറച്ചു കഴിഞ്ഞിങ്ങ് എത്തുമല്ലോ. മുഹൂർത്തം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ താലി കെട്ടാൻ പറ്റില്ലല്ലോ. അമ്മ പറയുന്നത് കേൾക്ക്. വൈദേഹി ഇവിടെ വരാതെ ഞാൻ താലി കെട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈദേഹി വരില്ല. വരില്ല ദേവ. കാരണം എന്താന്നോ? അവൾ ഇവിടെ ഇല്ലെങ്കിൽ ദേവൻ താലി കെട്ടില്ലെന്ന് അവൾക്കും അറിയാം. അങ്ങനെ ഈ കല്യാണം മുടങ്ങണമെന്നാണല്ലോ അവളുടെയും ആവശ്യം. അതുകൊണ്ട് മനഃപൂർവ്വം അവൾ എങ്ങോട്ടേക്കോ പോയതാ. ഏട്ടത്തി, വൈദേഹി എന്നോട് പറയാതെ ഒന്നും ഒരിക്കലും ചെയ്യില്ല. പുറകിൽ ഒളിഞ്ഞിരുന്നോണ്ട് മറ്റുള്ളവരെ കൊണ്ട് പാവ് കളിപ്പിക്കാൻ അവൾക്കറിയില്ല. അതെ മോളെ, വൈദേഹി തന്നെയല്ലേ മോനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ. പിന്നെ അവൾ എന്തിനു മാറി നിൽക്കണം? താല്പര്യമില്ലായിരുന്നെങ്കിൽ അത് ദേവനോട് അവൾ പറയുമായിരുന്നില്ലേ? ഇനി ഈ കല്യാണത്തിന് കൂടാൻ പാടില്ലെന്ന് വൈദേഹിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജയ, വെറുതെ എന്തിനാ കാട് കയറുന്നത്? അങ്ങനെ ആര് പറയാനാ? പറഞ്ഞാലും അവൾ അത് അതേപടി അനുസരിക്കണമെന്നുണ്ടോ? കൗസല്യാമ്മേ, മുഹൂർത്തം അങ്ങോട്ട് കഴിയാറായിരിക്കണു. ദാ വരുന്നു തിരുമേനി. നോക്ക്, നീയും കേട്ടല്ലോ, മുഹൂർത്തം കഴിയാറായിരിക്കുക. നീ ഇരിക്കുക. വേഗം നീ ഒന്ന് താലി കെട്ടാൻ നോക്ക്. മാളവിക, നീയും വേഗം ഇരിക്കുക. ഞാൻ ഇരിക്കുന്നില്ലമ്മേ. ആരെന്ത് പറഞ്ഞാലും വൈദേഹി വരാതെ ഞാൻ ഇനി താലി കെട്ടുന്ന പ്രശ്നമില്ല. ചേട്ടാ, ദേവി ഇതെന്നെ വിടിയേട്ടാ. പ്ലീസ് ചേട്ടാ, ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. എന്റെ പൊന്നു ദാസേട്ടാ, ദാസേട്ടെങ്കിലും ഒന്ന് പറ അവനോട്. മോനെ ദേവ, മുഹൂർത്ത സമയം കഴിയാറായി. വൈദേഹി വന്നോളൂ. നീ വേഗം താലി കെട്ട്. അച്ഛാ, എന്തുകൊണ്ടാ വൈദേഹി ഇവിടെ ഇല്ലാണ്ടായേ? വൈദേഹി എന്നെ വിട്ട് എങ്ങും പോവില്ല. അവൾ ഇവിടെ ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരോ എന്തോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എന്നാ ദേവ, എനിക്ക് പറയാനുള്ളതും കൂടി നീ കേക്ക്. വൈദേഹി ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവള് തന്നെ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെ. ഇറങ്ങിപ്പോയെന്നോ? എവിടേക്ക്? നിന്നെ പാടെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയതൊന്നുമല്ല. രാത്രി എന്റെ അടുത്ത് വന്ന് എന്നോട് പറയാ, ഈ കല്യാണത്തിന് സമ്മതക്കുറവൊന്നുമില്ല, ദേവേട്ട മാളവികയുടെ കഴുത്തി താലി കെട്ടുന്നത് അവൾക്ക് കാണാനാവില്ലെന്ന്. കല്യാണ സമയത്ത് ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഇനി അവളെ ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ അപ്പൊ തന്നെ വരുമെന്നും പറഞ്ഞു. ഇത് ഞാൻ വിശ്വസിക്കില്ല. വൈദേഹി എന്നോട് പറയാതെ എങ്ങും പോവില്ലെന്ന് ഉറപ്പാ. എന്റെ ദേവ, ഇതാണ് സത്യം. നീ ഒന്ന് വിശ്വസിക്ക. ഞാൻ നിന്നോട് കള്ളം പറയൂടാ. വേണ്ട മോളെ, ദേവൻ സങ്കടപ്പെടുമെന്ന് പറഞ്ഞതാ ഞാൻ. കേട്ടില്ല. ഈ കല്യാണം കാണാനുള്ള ശക്തി അവൾക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്.
അവളുടെ സങ്കടം അറിയാവുന്നതുകൊണ്ട് ഞാനും അതിന് സമ്മതിച്ചു. വേണമെങ്കിൽ അവള് വന്ന ശേഷം ചോദിക്കും. തൽക്കാലം നീ ഈ താലി ഒന്ന് കെട്ടു മോനെ. ഇരിക്കടാ, ഇരിക്കും മോനെ. അതേ ദേവ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. നീ ഒന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചു നോക്കിയേ. ദേവൻ മാളവികയെ താലി കെട്ടുന്നത് കണ്ടു നിൽക്കാൻ അവളെ കൊണ്ട് പറ്റുമോ? പറ്റില്ലല്ലോ. മനഃപൂർവ്വം പിടിച്ചു നിർത്തി അവളെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നീയില്ലേ അവൻ താലി കെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് അവളോട്. അപ്പൊ അവളെന്താ പറഞ്ഞെന്നറിയോ? കല്യാണം കഴിച്ചോളാന്ന് ദേവേട്ടൻ എനിക്ക് വാക്ക് തന്നതാ. ആ വാക്ക് തെറ്റിക്കില്ലെന്ന് ഉറപ്പാത്രേ. അമ്മാള് മിടുക്കിയാണല്ലോ. അഭിനയിച്ച് തകർക്കുമല്ലേ? ഇനി പറ മോനെ, വൈദേഹി ഇവിടെ ഇല്ലെന്ന് കരുതി അവക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാമോ? വൈദേഹി വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടും അവളെ ഓർത്തോണ്ടിരിക്കുകയാണല്ലോ ഇവൻ. ഛേ, എന്തൊരു തലയിലെഴുത്ത ഇത്. നീ ഇവിടെ ഒന്ന് നോക്കി. പാവം എന്റെ മാളവിക അമ്മയില്ലാത്ത കുഞ്ഞാടാ. അവളെ കല്യാണം കഴിച്ചോളാന്ന് വിശ്വസിപ്പിച്ച് കതിർ മണ്ഡപത്തിൽ ഇരുത്തി എല്ലാവരെയും വിളിച്ച് മുന്നിലിരുത്തി ഇപ്പൊ പറ്റില്ലെന്ന് പറയാ. ഇതെവിടത്തെ ന്യായാന്ന് നീ തന്നെ പറ. അമ്മായി, ഇതൊന്നും നടന്നു കാണാനല്ല വൈദേഹി ആഗ്രഹിച്ചത്. ദേവ, അവള് താലിയെടുത്ത് തന്നാലേ നീ കെട്ടുള്ളൂന്നുണ്ടോ? നിനക്ക് എന്താണ് ഇത്ര വാശി? കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ശേഷം കല്യാണ പെണ്ണുണ്ടോന്ന് മാത്രം നോക്കിയാ പോരെ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമല്ലേ. വൈദേഹി പോയത് നിനക്ക് പിടിച്ചില്ലെങ്കിൽ വരുമ്പോ തന്നെ അവളോട് ചോദിക്ക്. അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? പ്ലീസ് ചേട്ടാ, വീട് ചേട്ടാ, കാല് പിടിക്കാട്ടാ. എന്റെ അമ്മ ആരാണെന്ന് പറ ചേട്ടാ. അതാരാണെന്ന് എനിക്കറിയാമോ? ഞാൻ അവരെ കണ്ടിട്ടുണ്ടോ? എന്തിനാ എന്നെ തെരുവിൽ ഉപേക്ഷിച്ചത്? എന്റെ അമ്മ ഇപ്പൊ എവിടെയാ ചേട്ടാ? എന്റെ ജനനത്തിനും മരണത്തിനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എന്തിനു മരിക്കണം? പറ ചേട്ടാ, പ്ലീസ് ചേട്ടാ, പറ ചേട്ടാ, പ്ലീസ്. നീ അവിടെ ഇരിക്കും മോളെ, ഇരിക്ക. നീയും ഇരിക്കും മോനെ, ഇരിക്കടാ, ഇരിക്കും മോനെ. തിരുമേനി കർമ്മങ്ങൾ തുടങ്ങിക്കോ. ഓം അയം മുഹൂർത്ത ശുഭമുഹൂർത്തസ്തു ദേവീം വാചമതനേന്ദ്രദേവാസ്താം സ്വരൂപാ പശവാ വദന്തേ സാനാ മന്ത്രേഷമോർജന്ദോഹാനാധേനുർവാഗ്സ്മാന്നപതിഷ്ഠിതൈതോ അയം മുഹൂർത്ത. എഴുന്നേക്ക് മോനെ, എഴുന്നേക്ക്. താലി കെട്ട്. ശ്രീലക്ഷ്മീനാരായണാഭ്യാം നമഃ, ഉമാമഹേശ്വരാഭ്യാം നമഃ, പാനീഹിരണ്യഗർഭാഭ്യാം നമഃ.